ഹായ്, നമസ്കാരം, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? അപ്പോഴാണെങ്കിൽ ഇന്ന് കുറച്ച് മുമ്പ് വരെ മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ ഇപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഭയങ്കര മടി പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. പറ്റുന്ന വെച്ചാൽ ഉണ്ടാക്കിയില്ലെന്നല്ല, റവ ഇരിപ്പോണ്ട്. മോനുസ് രാവിലെ വിളിച്ചിട്ട് ഞാൻ മോനുസിനോട് പറഞ്ഞു, മോനുസേ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നൊന്ന് നോക്കിയിട്ട് പറയുന്നത്. പാവം പറഞ്ഞ് റവ ഇരിപ്പുണ്ട്, പിന്നെ പുട്ടിൻ്റെ പൊടി ഇരിപ്പുണ്ട്, അവിലിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ റവ ഉപ്പുമാവ് പിന്നെ മോനുസ് പറഞ്ഞാൽ റവ വെച്ച് പുട്ടുണ്ടാക്കും. ഉടനെ എൻ്റെ അടുത്ത ഡയലോഗ് കേട്ടോണേ, അതെ ഈ റവ വറുത്ത റവയാണ്, അത് വെച്ച് പുട്ടുണ്ടാക്കാൻ പറ്റത്തില്ലെന്ന്. എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. ഈ വറുത്ത റവ വെച്ച് പുട്ടുണ്ടാക്കാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ തെറ്റായിരുന്നു ആ വിശ്വാസം. അന്നേരം പുട്ട് കഴിഞ്ഞ 2 ദിവസം പുട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പുട്ട് വേണ്ട മോനുസേ, പുട്ടും വേണ്ടാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞാൽ അവിൽ നനയ്ക്കും. ഇത് കേട്ട പോലെ കേൾക്കാത്ത പോലെ അപ്പം തന്നെ ചാടി എണീച്ച് വന്ന് അവിൽ നനച്ച് വെച്ചു. പിന്നെ കട്ടൻ ചായ ഇട്ട് വെച്ചു. കാരണം ഈ പാൽ എപ്പോഴും കുടിക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ കഫം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ട് പിന്നെ പനിയാവും. അതുകൊണ്ട് പാൽ കൂടി എപ്പോഴും അങ്ങനെയില്ല. ആ ജോലി അങ്ങ് ഒതുക്കി. ഇന്ന് രാവിലെ മുതൽ മടിയുള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, സത്യമായിട്ടും. എന്നിട്ട് പിന്നെ ഇവിടെ കുറേ നേരം ഇങ്ങനെ പുറത്തോട്ട് നോക്കി. ഇങ്ങനെ ആ മോനുസ് പോയി, വേസ്റ്റെല്ലാം ഞാൻ പുറത്തോട്ട് വെച്ചിട്ട് മോനുസ് കട തുറക്കാൻ പോയി. അന്നേരം ഉച്ചയ്ക്കത്തെ കാര്യം കേട്ടോണേ, ഇന്നലത്തെ പരിപ്പ് കറി കുറേ അധികം വന്നിട്ടുണ്ട്. ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. പിന്നെ ഇന്നലത്തെ മെഴുക്ക് പുരട്ടി അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്. ഉടനെ മോനുസിനെ അവിടെ ഫോൺ ചെയ്ത്, മോനുസേ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഇന്നലത്തെ കറികൾ തന്നെ പോരേ? മോനുസ് മതി, വെക്കണ്ട, ഒന്നും വെക്കണ്ട, ചോറ് മാത്രം വെച്ചാൽ മതി. എൻ്റെ മടിയുടെ അങ്ങ് അറ്റാണോ നിങ്ങൾ ആലോചിച്ചോണം. ഉടനെ ഞാനത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ച് ചോറ് വെച്ച്. എന്നിട്ട് ഉച്ചയ്ക്കാവും വന്നിട്ട് അത് തന്നെ ചൂടാക്കിയിട്ട് ആ പാവത്തിന് കൊടുത്തു വിട്ട്. ഞാനും ഈ മടി പിടിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. സ്ത്രീകൾ ഇങ്ങനെ മടി പിടിക്കാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ ഇവിടെ വീണ്ടും ഇതേ കണക്കിരുന്നു പുറത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക, എന്തോ വീഴാൻ പോകുന്ന പോലെ. ഒന്നുമില്ല, ചുമ്മാ മടി പിടിച്ച് വീട്ടിനകത്തിരിക്കുന്ന വേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ വിളിച്ചു, അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഓ ഇല്ലമ്മ, ഞാൻ വരുന്നില്ല, തണുപ്പും പിടിച്ച് എങ്ങോട്ടും വരുന്നില്ല. ഒന്നാമതാണെങ്കിൽ തണുപ്പത്തിന് ഈ കാലിനൊക്കെ ഭയങ്കര വേദന. എൻ്റെ വിചാരം എനിക്ക് വാദമൊക്കെ ഉണ്ടെന്ന്. സത്യം എനിക്കറിയില്ല കേട്ടോ, എൻ്റെ വിശ്വാസം. എനിക്ക് ഏതെങ്കിലും ഒരു കാര്യം ഇങ്ങനെ അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. അവിടെ വേദന, ഇവിടെ വേദന. അന്നേരം എൻ്റെ സിസ്റ്ററും എൻ്റെ മോനൂസും അമ്മയും എല്ലാം പറയും എനിക്കെന്തോ മാനസിക പ്രശ്നമാണെന്ന്. കാരണം അതാണല്ലോ, ഏതെങ്കിലും ഒരു സാധനം അടുത്തൂടെ പോയി കഴിഞ്ഞാൽ എനിക്കില്ലാത്ത വേദനകളില്ല. അപ്പോൾ അതും ഞാൻ പറയില്ല, ഞാൻ പുറത്തോട്ടൊന്നും മഴയാണ്, ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല, വീട്ടിൽ തന്നെ. അന്ന് അമ്മ പറഞ്ഞാൽ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ അമ്മയോട് ചമ്മ അന്നേരേ അമ്മ എന്താ വെച്ചാൽ രാവിലെ എന്തോ ഉണ്ടാക്കി വെച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞാൽ ഞാൻ ഒന്നും ഉണ്ടാക്കില്ല, അവൽ മാത്രമേ നനച്ചോളൂ എന്ന് പറഞ്ഞു. ചെറുക്കാൻ ചോദിച്ചാൽ അവൽ നനച്ച് കഴിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അമ്മയോട് ചോദിച്ചമ്മ അന്നേരം റവ ഇരിപ്പുണ്ടായിരുന്നു അമ്മ. അന്നേരം അമ്മ വെച്ച് പുട്ട് കുഴിക്കൂടായിരുന്നു. എനിക്ക് ഉപ്പുമാവ് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷേ ഞാൻ ഉപ്പുമാവ് ഇവിടെ ഉണ്ടാക്കിയാൽ കഴിക്കാനകത്ത് കുറേ പഞ്ചസാര ഇട്ടിട്ട് ഞാൻ കഴിക്കും. എന്നിട്ട് ഞാൻ പറയാമ്മ ഇത് വറുത്ത റവ, അത് ഉപ്പുമാവ് ഉണ്ടാകുക, അത് വെച്ച് ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മ വെച്ച് അത് ആര് പറഞ്ഞു അങ്ങനെ വെച്ച് പുട്ടുണ്ടാക്കാൻ പറ്റത്തില്ല? റവ വറുത്തത് വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. മോനൂസ് അറിയണ്ട, മോനൂസിനെ ഞാൻ പറ്റിച്ചതാണ്. അന്നേരം ആ ഒരു ഇതങ്ങ് മാറി. എന്ന് വെച്ചാൽ ഈ വറുത്ത റവ വെച്ച് പുട്ടുണ്ടാക്കാം. അന്നേരം നാളെ ഞാൻ വിചാരിച്ചു റവ വെച്ചൊരു പുട്ടുണ്ടാക്കിയേക്കാമെന്ന്. ഇന്നത്തെ കംപ്ലയിൻറ്റ് നാളെ അങ്ങ് തീർത്തേക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങളോട് സംസാരിച്ചിട്ട് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങിയാൽ ശരിയാവത്തില്ല. എനിക്ക് തടി വെക്കുന്നുള്ളൊരു പേടി. അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നില്ല. ഉറങ്ങാതെ ഇങ്ങനെ കണ്ണും തുറന്നു ചെയ്യും. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. വീഡിയോ ചെയ്തിട്ടൊന്ന് പോയി കിടന്ന് ഉറങ്ങിയാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. മൊബൈൽ ചാർജ് ഇല്ലായിരുന്നു, അങ്ങനെ കുത്തിയിട്ടേക്കുമായിരുന്നു. ആ സമയം നോക്കി കുറച്ച് എഴുതുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ചില മനുഷ്യരുണ്ട്, നമ്മൾ ചുമ്മാതിരിക്കുകയാണെങ്കിൽ നമ്മളെ വിളിച്ചങ്ങ് ടെൻഷൻ അടിപ്പിക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞ്. കാരണം നമ്മളൊന്നിനും ഞാൻ അനാവശ്യമായിട്ട് ഒരു മനുഷ്യനെ വിളിക്കാറില്ല. എനിക്ക് ട്രിവാൻഡ്രത്ത് എനിക്കൊരു ഫ്രണ്ടുണ്ട്, അത് ചുമ്മാതെ എന്നെ വിളിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണ് പിന്നെ വേദയുടെ കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ ചോദിച്ച് നമ്മളെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ഇനി ആ ഫോൺ കോൾ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. നമ്മളെന്തിനാ ചുമ്മാ ടെൻഷൻ അടിക്കുന്ന, വിളിച്ചിട്ട് സംസാരിച്ചിട്ടൊക്കെ. പിന്നെ സൗമ്യനെ വിളിച്ചിട്ട് കുറേ ദിവസമായി. ഇന്ന് ഞങ്ങൾക്ക് വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് വിട്ടു. അവൾ മറുപടിയൊന്നും തന്നിട്ടില്ല. കണ്ടിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. പിന്നെ സ്കൂൾ തുറക്കാൻ ടൈമായല്ലോ. അവളുടെ 2 കുട്ടികളും മോനിപ്പോൾ അങ്ങാണ്ട് 10 മോനോ അങ്ങാണ്ട് 10 ആയെന്ന് തോന്നുന്നു.
അന്നേരം അപ്പം അതിൻ്റെയൊക്കെ തിരക്കായിരിക്കും അവൾക്ക്. പിന്നെ ഒരു കൂട്ടുകാരി കൂടെ ഉണ്ട്. അവൾ പിന്നെ ഫുൾ ടൈം വീട്ടിൽ ഫുഡ് ഉണ്ടാക്കലും ഭർത്താവിന് കൊടുക്കലും പിന്നെ ഓഫീസിൽ പോകൊക്കെ ആയിട്ട് ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ഓടി സമയം വരുമെന്ന് പറയുമ്പോൾ അവളിങ്ങനെ ഓടി വരും. അവൾ പെട്ടെന്ന് അങ്ങ് തിരിച്ച് ഓടുകയും ചെയ്യും. അങ്ങനത്തെ ടൈപ്പാണ് അവൾ. പിന്നെ അനിയത്തിയോടുള്ള പിണക്കമൊക്കെ മാറി കേട്ടോ. ഞാൻ ഇന്ന് അവളോട് പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിക്കാതിരുന്നതാണ്. ഉടനെ അവൾ എന്നോട് പറഞ്ഞു തരട്ടെ, ഞാനും മോനൂസായിട്ട് വഴക്കൂടിയല്ലോ, അന്നേരം അവനെ ഞാൻ കുറ്റം പറഞ്ഞു, അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അവൾ എന്നോട് മിണ്ടാതിരുന്നതെന്ന്. പക്ഷെ അവൾക്ക് അവനോട് സ്നേഹമുണ്ട്, മനസ്സിലായ? എനിക്ക് സ്നേഹമല്ലെന്നല്ല, അന്നേരം അവൾക്ക് അവനോട് ഭയങ്കര സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം വന്നത്. അന്നേരം അവളന്നേരം അതുകൊണ്ടാണ് എന്നോട് മിണ്ടാത്തതെന്ന് പറഞ്ഞത്. അന്നേരം എനിക്കത് ഓക്കെ ആയി. കാരണം അവനോട് അവൾക്ക് സ്നേഹം ഉണ്ടല്ലോ. അന്നേരം ഞാൻ മാത്രമല്ലല്ലോ അവനെ സ്നേഹിക്കുന്നത്. എന്നിട്ട് പിന്നെ അവൾ വിളിച്ച് സംസാരിച്ചു. പിന്നെ എൻ്റെ അടുത്ത് അങ്ങോട്ട് വാടിയെന്ന് പറയാൻ ഞാൻ മഴ പിടിച്ച് വരുന്നൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി. പിന്നെന്താ, പിന്നെ ഇതൊക്കെയാണ് ഇന്നലത്തെ കറിയും ചോറും ഒക്കെ ഇന്ന് വെച്ച് കഴിച്ചതാണ് എനിക്കിത് നിങ്ങളോട് പറയാനുള്ള വിശേഷം. അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ട്. അതിന്ന് വൈകുന്നേരം ഞാനത് മധുരക്കിഴങ്ങ് ആക്കും. ചോറിന്ന് ഉച്ചയ്ക്കത്തോടെ തീർന്നു. ഇനിയിപ്പോൾ ഈ ചോറ് ഞാനൊരു 1/2 ഗ്ലാസ് അരിയിട്ടേ വെക്കാറുള്ളൂ. കാരണം എനിക്ക് ഈ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാത്രി വീണ്ടും കഴിക്കണം. ഒരു വൃത്തിയായിട്ട് സ്വഭാവമല്ലേ അത്. ഞാൻ കിച്ചണിലോട്ട് പോയി ഇങ്ങനെ നോക്കുമ്പോൾ ചോറ് ഇരിക്കുന്നു, കഴിക്കാം. ഇല്ലെങ്കിൽ ഇതേ ടി വി വെച്ചിരുന്ന സിനിമയിൽ ആരെങ്കിലും ചോറ് ഇരിക്കുന്നത് കണ്ടാൽ എനിക്ക് അപ്പം വിശക്കും. അപ്പം ഞാൻ വീണ്ടും പോയി എടുത്തിട്ട് കഴിക്കാം. അതുകൊണ്ട് ഞാൻ ഇന്ന് കറക്റ്റ് അരി ഇട്ടോളൂ. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ തിന്ന് തീർത്തിട്ട് എന്നാൽ ഞാൻ എനിക്ക് ഇന്നലെ മധുരസേവ മേടിച്ചോണ്ട് വരാമെന്നിട്ട് അവന് പറ്റിയില്ല. പക്ഷേ ഇന്ന് എനിക്കത് മധുരസേവ ഉച്ചയ്ക്ക് വന്നപ്പോൾ മേടിച്ചോണ്ട് തന്നു. ഇനി അത് കുറച്ച് കഴിഞ്ഞ് കഴിക്കണം. പിന്നെ ആണെങ്കിൽ ചോറ് നിശേഷം തീർന്ന്. അതുകൊണ്ട് ഞാൻ വെച്ച് മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ട്, അത് വൈകുന്നേരത്തേക്ക് മോനൂസ് വരുമ്പോഴത്തേക്ക് പുഴുങ്ങി വെക്കാം. എന്നിട്ട് അത് രണ്ടും കൂടെ ഇന്ന് കട്ടഞ്ചായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുക. ഇന്നലെ പിന്നെ ഒരു സിനിമ, നാനിയുടെ ഒരു സിനിമ ഉണ്ട്, പുതിയൊരു സിനിമ ഉണ്ടല്ലോ, ഹിറ്റ് സൂപ്പർ മൂവി ആയിട്ടോ. അതൊക്കെ നിങ്ങൾ കണ്ടോ? നാനീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നാനിയുടെ എല്ലാ തെലുങ്കും തമിഴും ആണെങ്കിലും ഞാൻ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാനീനെ. അത് പണ്ട് മുതലേ ഇഷ്ടമാണ് നാനിയുടെ ഈച്ച കണ്ട മുതലേ. അതിൽ കുറച്ച് സീനേ ഉള്ളൂ ഈച്ചയിൽ. പക്ഷെ അത് മുതലേ ഇന്ന് ഇപ്പം എപ്പം നാനിയുടെ പടം ഇറങ്ങിയാൽ ഞാൻ കാണും. അതുപോലെയാണ് എനിക്ക് മറ്റേ അരുണ ആൻ്റണിയാണ് അങ്ങനെ വേറൊരു തമിഴ് നടനുണ്ട്, മറ്റേ പിച്ചക്കാരനൊക്കെ അഭിനയിച്ചൊരു നടനുണ്ടല്ലോ, ആ പുള്ളിയുടെ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പുള്ളിയുടെ സിനിമയും ഞാൻ കാണാറുണ്ട്, മിക്കതും കാണാറുണ്ട്. ആ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനല്ലേ. ആ മനുഷ്യൻ്റെ മകൾ ഇപ്പോൾ ഈ റീസൺ മരിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഞാൻ ആ പുള്ളിയുടെ സിനിമയും കാണും, നാനിയുടെ പടവും കാണും. പിന്നെ തെലുങ്കിൽ കുറേ ആൾക്കാരുണ്ട്, മോനൂസ് ഏറ്റവും കൂടുതൽ കാണുന്ന തെലുങ്ക് സിനിമയാണ്. പുള്ളി ഒരു റൈറ്ററും കൂടെയാണ്, അതിൻ്റെ തെലുങ്ക് സിനിമയൊക്കെ കാണും. അന്നേരം ഞാനും അവൻ്റെ കൂടെ ഇരുന്ന് അവൻ നല്ലോണം എഴുതും. അന്നേരം അവൻ മിക്ക സിനിമകളും കാണും, തെലുങ്ക് കന്നഡ എല്ലാ സിനിമകളും കാണും. അന്നേരം ഞാനും അവൻ്റെ ഒപ്പം ഇരുന്ന് ഈ സിനിമകളെല്ലാം കാണും. അപ്പോൾ എല്ലാവരും മഴയായിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കും. ഇപ്പം എപ്പോഴും കുത്തിയിരിക്കണ്ട കേട്ടോ, എല്ലാവരും ജോലിക്കൊക്കെ പോകണം, എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്കിവിടെ മോനൂസ് ഭക്ഷണം തരുന്നത് കൊണ്ട് ഞാനിങ്ങനെ ജീവിച്ച് പോകുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. മോനൂസ് സുഖമായിട്ടിരിക്കുന്നു. എന്തോ ടെൻഷനുണ്ട്, കാരണം ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് അത്ര മനസ്സങ്ങോട്ട് ഹാപ്പിനെസ് പോലെ എനിക്ക് തോന്നില്ല. ഞാൻ ചോദിച്ചു എന്താ പറ്റിയേ, വിഷമം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ഒരു ചെറിയൊരു വിഷമം എവിടെ മനസ്സിലുണ്ട്. എന്നോട് പറഞ്ഞില്ല എന്താ കാര്യമൊന്നും. വൈകുന്നേരം വരുമ്പോൾ പറയായിരിക്കും. അന്നേരം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സുഖമായിട്ട് ഇതിനിടയ്ക്ക് 2 പ്രാവശ്യം അമ്മ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഫോൺ എടുത്തില്ല, കാരണം ഇപ്പം നിങ്ങളോട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വിളിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. അപ്പോൾ എന്താ, എന്നത്തെയും പോലെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, സമാധാനമായിട്ടിരിക്കും, ഭക്ഷണം കഴിക്കും. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കണം ഞാൻ പറയത്തില്ല, ഭക്ഷണം കഴിക്കണം. പിന്നെ പുറത്തുള്ള ഭക്ഷണം കഴിക്കരുത്, വീട്ടിൽ വെച്ച് തന്നെ കഴിക്കണം. ഭക്ഷണം കഴിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ഞാൻ എപ്പോഴും എടുത്ത് പറയും, എല്ലാവരും നമ്മുടെ മക്കളെ സൂക്ഷിക്കണം. കാരണം കാലമല്ല പറയണം, മനുഷ്യർ അത്ര എന്താ വെച്ചാൽ ക്രൂരമായ രാക്ഷസന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ നമ്മൾ മക്കളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് സന്തോഷത്തോടെ അവർ നോക്കണം. പിന്നെ സ്കൂളൊക്കെ തുറക്കാൻ പോവുക, എല്ലാവരും പുസ്തകങ്ങളും യൂണിഫോമൊക്കെ മേടിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതിലെല്ലാവരും മേടിക്കണം. കാരണം മക്കൾക്ക് കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അന്ന് നമുക്ക് അമ്മ പുറത്താണെങ്കിൽ പോലും ഈ ഒരു പ്രാവശ്യത്തെ യൂണിഫോം പിറ്റേ വർഷം ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. കാരണം അന്നേരം അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരും. അന്നേരം അമ്മ പറയും, മക്കൾ ഈ പ്രാവശ്യം കൂടെ ആ യൂണിഫോം ഇടും. ബുക്കും എല്ലാം കൂടെ മേടിക്കുമ്പോഴത്തേക്ക് പൈസ തീരുമ്പോൾ അമ്മ പറയും
ഈ പ്രാവശ്യം കൂടെ മക്കൾ കഴിഞ്ഞ വർഷത്തെ യൂണിഫോം ഇടുമെന്ന് പറയും. അന്ന് ഞങ്ങൾക്ക് സങ്കടം വരും. വെച്ചാൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാവരും പുതിയ യൂണിഫോം ഒക്കെ ഇട്ടാണല്ലോ സ്കൂളിൽ വരുന്നത്. അപ്പോൾ സങ്കടം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളും അങ്ങനെ സങ്കടപ്പെടാൻ ഇടയാക്കരുത്. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു സങ്കടം വരുത്തിച്ചിട്ടില്ല. ഞാൻ അവൾക്ക് ഒരു സ്കൂൾ തുറപ്പിൽ ഞാൻ ഒരു 7-8 യൂണിഫോമെങ്കിലും മേടിക്കുമായിരുന്നു. കാരണം അവൾ ഈ മഴക്കാലത്ത് നനച്ചിട്ടു, ഞാൻ പുറത്തായിരുന്ന സമയത്തായാലും അവൾ ഹോസ്റ്റലിൽ നിന്ന സമയത്തായാലും അവളെ നനച്ചിട്ട് ബുദ്ധിമുട്ടരുതല്ലോ എന്ന് വെച്ച് ഒരു 7 യൂണിഫോമെങ്കിലും ഞാൻ അവൾക്ക് മേടിക്കുമായിരുന്നു. കാരണം അതുപോലെ നോക്കണമെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ മക്കൾമാർക്ക് വിഷമം വരും. അതുകൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു യൂണിഫോമെങ്കിലും പുതിയത് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർ വിഷമിക്കും. എല്ലാ അച്ഛന്മാരും അമ്മമാരോടാണ് ഞാൻ പറയുന്നത്. അവരുടെ മനസ്സിൽ അതൊരു വിഷം വരുമ്പോൾ അടുത്തുള്ള കുട്ടികളൊക്കെ പുതിയ യൂണിഫോമൊക്കെ ഇട്ട് വരുമ്പോൾ അവർക്ക് വിഷമം വരും. പിന്നെ ഹൈ ക്ലാസ്സിലെ കുട്ടികളോടല്ല പറയുന്നത്, അവരൊക്കെ വലിയ രീതിയിലും അവർക്ക് 7-8 ഒക്കെ മേടിച്ചിട്ടൊക്കെ കയറ്റും. നമ്മളെപ്പോലെ പാവപ്പെട്ട പിള്ളേർക്ക് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന മക്കൾ ഒത്തിരി പേരുണ്ട്. അന്നേരം അവരുടെ അമ്മമാരടുത്തും അച്ഛന്മാരടുത്തൊക്കെയാണ് പറയുന്നത്, അവർക്ക് ഒരെണ്ണമെങ്കിലും പുതിയത് മേടിച്ചു കൊടുക്കണം. കാരണം അവർ അന്നത്തെ ഒരു ദിവസം യൂണിഫോം ഇട്ട് പോകുന്ന ഒരു ദിവസം ഫസ്റ്റ് അവർ ആ ഒരു പുതിയ ഉടുപ്പിട്ടുകൊണ്ട് പോകുമ്പോൾ അവരൊരു മനസ്സിൻ്റെ ഒരു ഹാപ്പിനെസ് കിട്ടും. അത് കണക്ക് പുതിയ ബുക്കാണെങ്കിലും ചില അമ്മമാരുണ്ട് ഈ ബുക്കൊക്കെ മേടിക്കും. പിന്നെ ചിലത് ഇത് മുതിർന്ന ക്ലാസ്സിലെ പിള്ളേരെ ബുക്ക് എടുത്ത് വെച്ച് ഈ മക്കൾക്ക് കൊടുക്കും. അങ്ങനെ ഞാനും പഠിച്ചിട്ടുണ്ട്. സത്യം തന്നെ ഞാനും പഠിച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷെ നമുക്കത് ഭയങ്കര വിഷമമാവും. പിന്നെ അതുപോലെ തന്നെയാണ് ബാഗ് ഇപ്പോൾ നമുക്ക് കടകളിലൊക്കെ നല്ല രീതിയിലും നല്ല ക്വാളിറ്റിയുള്ള ബാഗ് കിട്ടും. ഞാനൊക്കെ ആണെങ്കിൽ ഒരു ബാഗ് 2 വർഷമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് സത്യം. എന്നാലും മനസ്സിലൊരു വിഷമമാണ്. പുതിയ അടുത്തിരിക്കുന്ന കൂട്ടുകാരികളൊക്കെ പുതിയ ബുക്കൊക്കെ ആയിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ വന്നിട്ടുണ്ട്, സങ്കടവും വന്നിട്ടുണ്ട്. കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ ക്ലാസ്സിൽ ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര പഠിപ്പിച്ച കുറേ പിള്ളേരുടെ ഭയങ്കര അലമ്പായിരുന്നു. ഉള്ള സത്യം ഭയങ്കര അലമ്പായിരുന്നു. ക്ലാസ്സിലെ ഏറ്റവും അലമ്പായ കുട്ടി ഞാനായിരുന്നു. എൻ്റെ സിസ്റ്റർ ആണെങ്കിൽ ക്ലാസ് ലീഡറും സ്കൂൾ ലീഡറും കൂടെ ആയിരുന്നു. അന്നേരം എന്നെ പിടിച്ച് പുറത്തൊക്കെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ബഹളം വെച്ചിട്ട് എന്നെ പിടിച്ച് പുറത്തൊക്കെ നിർത്തി. എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ലായിരുന്നു സത്യം. അതാണിപ്പോൾ ഈ ചൊറിയും കുത്തി ഇവിടെ ഇരിപ്പായത്. പഠിക്കാൻ ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷേ പഠനകാലമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന് എനിക്ക് പിന്നീടത് മനസ്സിലായി. പിന്നെ ഇനി എന്താ പറയുക, ജീവിതത്തിൽ ഇനി ഇതുണ്ടെങ്കിൽ പഠിച്ച് വലിയ ജോലിയൊക്കെ എടുക്കണം. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അറിയില്ല, മനുഷ്യരല്ലേ, പഠിച്ച് വലിയ ജോലിയൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നൊക്കെ ഉണ്ട്. വിധി അറിയില്ല, ഇനിയിപ്പോൾ അനുഭവിക്കുന്ന വിധി ആയിരിക്കും, അറിയില്ല. പക്ഷേ ദൈവം സഹായിച്ച് ഇപ്പോൾ ഇതുവരെയും ആഹാരത്തിനൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദുബായിൽ ആ സമയത്തും കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുമുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ആരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലൊന്നും അല്ല ഞാൻ. അപ്പോൾ എല്ലാവരും സന്തോഷം സമാധാനമായിട്ടിരിക്കും, സുഖമായിട്ടിരിക്കും. എനിക്ക് ഇത്ര കളി എൻ്റെ ഈ വളവത്തരം കേട്ട് നിങ്ങൾ ഇതാവേണ്ട. അപ്പോൾ ഓക്കെ, ബൈ ടാറ്റാ.